Hello everyone, welcome to Epic Learning. Myself Ashina Riaz. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടുള്ള സൈക്കോളജിയുടെ സിലബസിനെ കുറിച്ചാണ്. അപ്പോൾ സൈക്കോളജി സിലബസ് എന്ന് പറയുമ്പോൾ കാറ്റഗറി 1 and 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എല്ലാ കാറ്റഗറീസിലും മിനിമം ഒരു 40 മാർക്കിനെങ്കിലും ചോദിക്കുന്ന ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഏരിയ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിന് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഒരു 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറ്റഗറി 1 and 2 എസ്പെഷ്യലി ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു UP LP സ്കൂളുകളിലെ കുട്ടികളുടെ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുമ്പം അതിലേക്കാണ് വരിക. ഇനി ഒരു കാറ്റഗറി 3 and 4 വരുന്ന സമയത്ത് അത് കൂടുതലും അഡോളസന്റ് സൈക്കോളജിയിലേക്ക് അത് മാറുന്നു എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ സിലബസുകൾ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി ഏകദേശം കണ്ടന്റുകളൊക്കെ സെയിം ആണ് സൈക്കോളജിയിൽ ചോദിക്കുന്നത്. സോ ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലാണ് നിങ്ങൾക്ക് സിലബസ് ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് പറയുന്നതുണ്ടെങ്കിലും അവിടെ നേരെ ആ ഒരു തിയറിയുടെ സെയിം തിയറിയുടെ അഡോളസന്റ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണോ ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു അഡോളസന്റ് സ്റ്റേജിലുള്ള സ്റ്റേജസ് ഏതൊക്കെയാണോ അതാണ് പഠിക്കേണ്ടത് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഒരു 40 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ അഡോളസന്റ് സൈക്കോളജി 10 മാർക്കിന് ചോദിക്കും. അതേപോലെ തിയറീസ് ഓഫ് ലേണിംഗ് 15 മാർക്കിന്, പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്കിന്. ഇങ്ങനെയാണ് നമ്മുടെ സ്കോറിംഗ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ ഏരിയാസും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് ഓരോ മാർക്ക് വീതമായിരിക്കും ഓരോ ചോദ്യത്തിന്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. സോ നമുക്ക് സിലബസിലേക്ക് പോവാം. സിലബസിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം അവൻ്റെ വീട്ടിനേക്കാളും ചെലവഴിക്കുന്ന സ്കൂളുകളിലാണല്ലേ. അപ്പോൾ സ്കൂളുകളിൽ അവർ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ടീച്ചേഴ്സിനാണ് ഒരു വ്യക്തിനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു കുട്ടീനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവൻ്റെ പേഴ്സണാലിറ്റീനൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിൽ നല്ലൊരു വ്യക്തിയായിട്ട് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ല. അത് ഇതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ടീച്ചർക്ക് ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലും കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ബിഹേവിയർ കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണം. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ DEDലൊക്കെ എന്ത് ചെയ്യുന്നത്, സൈക്കോളജി പഠിപ്പിക്കുന്നത്. സോ ഇതിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ഈ പേപ്പറിന് ഉള്ളത് കൊണ്ടും ആയിരിക്കണം കേട്ടറ്റിലും നിങ്ങളോട് സൈക്കോളജിയിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്നാണ് വരുന്നത്. അപ്പോൾ അതൊരു നിങ്ങൾ കാറ്റഗറി 3 or 4 വരുന്ന സമയത്ത് അത് അഡോളസൻസ് ഡെവലപ്മെൻറ്റ് ആവുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജസിലേക്ക് അത് മാറുന്നു. സോ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു കുട്ടിയുടെ ഗ്രോത്ത് എങ്ങനെയാണ്, ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അവരുടെ ഇൻഫാൻസി പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ചൈൽഡ്ഹുഡിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, അഡോളസന്റ് ഏജിൽ ഒരു കുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, കുട്ടിയുടെ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മാറുന്നത്, ഒരു ഇൻഫാൻസി പീരീഡിൽ ഉണ്ടാവുന്ന ഒരു കുട്ടിയുടെ റിലേഷൻ അങ്ങനെയാണോ ആ കുട്ടി ഒരു അഡോളസന്റ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ആ സെയിം വ്യക്തിയായിട്ടോ അല്ലെ തൻ്റെ ചുറ്റുപാടോ കാണിക്കുന്ന റിലേഷൻ സെയിം ആണോ, എങ്ങനെയാണ് അവരുടെ ലേണിംഗ് പ്രോസസ്സ് എന്നുള്ളതൊക്കെയാണ് ഒരു പോയിന്റ്. രണ്ടാമത്തത് ഈ ഒരു ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള മേജർ പ്രിൻസിപ്പിൾസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് അവൻ്റെ ജനിതകപരമായിട്ട് കിട്ടിയിട്ടുള്ള ഫാക്ടേഴ്സും അതേപോലെ അവൻ്റെ ചുറ്റുപാടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഇതെങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളും ഇത് തന്നെ. ഇപ്പോൾ ചുറ്റുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടീച്ചറുടെ റോൾ എന്താണ് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. സോ കാറ്റഗറി 1 and 2 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയ ഇല്ല. ഇത് സൈക്കോളജിയിൽ ഓരോ കൺസെപ്റ്റ് സിലബസിൻ്റെ കൂടെ ഓരോ കൺസെപ്റ്റ് വരുന്നതിനനുസരിച്ചിട്ട് ആ ഏരിയാസിൽ ടീച്ചേഴ്സിന് എന്താണ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ടീച്ചറിൻ്റെ റോൾ അവിടെ എന്താണ് എന്നുള്ള രീതിയിലാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു മിക്സ് ആയിട്ട് കൊടുത്തത്.
അടുത്തത് കുട്ടിയുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. സോ ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ച് വീഴുന്ന സമയത്ത് അവൻ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുന്നൊന്നുമല്ല. അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. സോ ഇങ്ങനെയുള്ള സമയത്ത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സോഷ്യലൈസേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ബന്ധം, ഫാമിലി ആയിട്ടുള്ള ബന്ധം, ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടാണ് കുട്ടിയുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ ഇത് എങ്ങനെയാണ് നടക്കുന്നത്, ഒരു സോഷ്യൽ വേൾഡിലേക്ക് കുട്ടി എത്തുന്ന സമയത്ത് കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ ചേഞ്ച് ആവുന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇത് വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. സോ ഈ ഒരു എറിക്സന്റെ തിയറി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുട്ടികളെ കുറിച്ചൊരു ഐഡിയ കിട്ടും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആൾ പറയുന്നുണ്ട്. സോ ആസ് എ ടീച്ചർ ഒരു കുട്ടിയുടെ ഈ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു കുട്ടി എന്തുകൊണ്ട് മറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്നു എന്നൊക്കെ ടീച്ചർക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഏരിയ ടീച്ചർ നല്ലപോലെ കവർ ചെയ്ത് പോകണമല്ലോ. സോഷ്യലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ മെന്റൽ പ്രോസസ്സുകളെയാണ് കൊഗ്നീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ചിന്തിക്കാനുള്ള കഴിവ്, നമ്മുടെ മെമ്മറി, നമ്മുടെ ഇന്റലിജൻസ് ഒക്കെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ടീച്ചർ അറിയണമല്ലോ. ഒരു എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെക്കാട്ടും ഡെവലപ്ഡ് ആയിരിക്കും കുറച്ചും കൂടി ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബുദ്ധി, ഓർമ്മ എന്നൊക്കെ പറയുന്നത്. സോ ഇതൊരു ടീച്ചർ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ കപ്പാസിറ്റി ഒരു ടീച്ചർ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഏരിയയിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ആണ് വരുന്നത്. കോൾബർഗിൻ്റെ, അതുപോലെ തന്നെ പിയാഷയുടെ, വൈറ്റ്ഗോട്സ്കിയുടെ ഒക്കെ തിയറിയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസും ആണ് വരുന്നത്. അതായത് ഈ തിയറി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മളെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇതെങ്ങനെ നമുക്ക് അവരിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും കൂടിയാണ് വരുന്നത്. സോ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. അതായത് ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്, ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ നിന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ജീനിൽ നിന്ന് വരുന്ന കുട്ടിയാണെന്നും അവരുടെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ് എന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോ കുട്ടീനെ ട്രീറ്റ് ചെയ്യാനും ഒരു ടീച്ചർക്ക് കഴിഞ്ഞിരിക്കണം. സോ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളെ എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരുന്ന ഒരു ഏരിയ ആണിത്. സോ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ, ഓരോ കുട്ടിയുടെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവിടെ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജി നിങ്ങൾക്ക് കേട്ടിട്ട് തന്നിട്ടുള്ളത് ഒരു കുട്ടിയുടെ ലൈഫിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയും. ക്ലാസ് റൂമിൽ നിങ്ങൾ ഒരുപാട് കുട്ടികളെ ഡീൽ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു രീതിയിലാണ് കേട്ടിട്ടിൽ അല്ലെങ്കിൽ DEdലോ BEdലോ ഒക്കെ നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കാൻ തന്നിട്ടുള്ളത്. സോ ഈ ഒരു ഏരിയാസൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണ്. മറ്റൊരു ഏരിയ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൺസ്ട്രക്ട് ഓഫ് ഇന്റലിജൻസ്. അതായത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ഡിഫറെൻറ്റ് ഇന്റലിജൻസ് തിയറീസ് ഏതൊക്കെയാണ്. ഇപ്പോൾ 5 ഫാക്ടർ മോഡൽ ആവാം, SI മോഡൽ ആവാം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അതേപോലെ IQ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, സ്റ്റേൺബർഗിൻ്റെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഇന്റലിജൻസ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ മുന്നെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളെ ടീച്ചേഴ്സൊക്കെ മനസ്സിലാക്കുക, അതായത് പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ ഓക്കെ ആ ഒരു രീതിയിൽ, കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കുറവായിരുന്നു. സോ ഇന്ന് കുറച്ചും കൂടി പ്രോഗ്രസീവായിട്ട് അത് വരുന്നതായിട്ട്, കറക്റ്റ് LD ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. സോ ഇന്റലിജൻസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് മറ്റൊന്ന്. അടുത്തത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊഗ്നിഷൻ പറഞ്ഞു, സോഷ്യലൈസേഷൻ പറഞ്ഞു, പല പറഞ്ഞ് അതുപോലെ ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ തോട്ടും കാര്യങ്ങളൊക്കെയാണ്. സോ പിയാഷെ, വൈറ്റ്ഗോട്സ്കി, ചോംസ്കി എന്ന ആളുകളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ തിയറീസും അതിന്റെ സ്റ്റേജസും കാര്യങ്ങളും, അതേപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റും തോട്ട് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിങ്ങും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതേപോലെ ഈ ഒരു സംഭവത്തിൽ
ടീച്ചർക്ക് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് ജെൻഡർ ബയാസും അതേപോലെ തന്നെ ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ആൺകുട്ടിയോ പെൺകുട്ടിയോ അല്ലെങ്കിൽ LGBTQA+ കമ്മ്യൂണിറ്റിയോ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചൊരു ഡിഫറൻഷിയേഷൻ ഇല്ലാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജെൻഡർ ഇക്വാലിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിൽ അത് എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഒരേ രീതിയിലുള്ളൊരു ടീച്ചിങ് മെത്തേഡായിരിക്കണം ഒരു ടീച്ചർ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ആ ഒരു ജെൻഡർ റോൾ എന്താണ്, ബയാസ് എന്താണ്, ഇതിനെ എങ്ങനെ നമുക്ക് എഡ്യൂക്കേഷണൽ ഏരിയയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമംഗ് ലേണേഴ്സ് ആണ്. അതായത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ജെൻഡർ ആയിരിക്കും, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ആയിരിക്കും, ഡിഫറെൻറ്റ് ഏരിയാസ് ആയിരിക്കും, ഡിഫറെൻറ്റ് റിലീജിയൻ ആയിരിക്കും. സോ ഇത് മനസ്സിലാക്കി അവരുടെ ആ ഒരു ഡൈവേഴ്സിറ്റിയിൽ എന്താണ് കുറച്ചും കൂടി നമ്മൾ ഇന്ത്യയുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് പറയുന്ന പോലെ എല്ലാവരെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ഒരു എന്താണ് പരസ്പര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസും സോഷ്യോ കൾച്ചറൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതേ സ്ഥാനത്ത് ഇവരുടെ ഡിഫറെൻറ്റ് കൾച്ചർ ആണെങ്കിലും നമ്മളെല്ലാം ഒരുപോലെയാണ് എന്നുള്ള ആ ഒരു ഇക്വാലിറ്റി സാധനങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനൊരു ടീച്ചർക്ക് കഴിയണം. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ലേണേഴ്സിൻ്റെ ഒരു ലേണറുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതുമാണ്. സോ നമ്മൾ ഇതുവരെ ഒരു ടീച്ചർ എന്തൊക്കെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഒരു ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് പഠിപ്പിക്കാനും കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തും ഒക്കെ വേണം. സോ ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് മെത്തേഡ്സ് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഡിഫറെൻറ്റ് റെക്കോർഡ്സ്, പോർട്ട്ഫോളിയോസ്, അതുപോലെ അനക്ഡോട്ടൽ റെക്കോർഡ്സ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതറിയുകയും ഫീഡ്ബാക്ക് മെത്തേഡ്സ് പോലുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു കുട്ടികളുടെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊക്കെ പഠിക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. സോ 10ാമത്തെ അവസാനത്തെ പോയിന്റ് ആണ് നാച്ചർ ഓഫ് പ്രയർ ലേണിംഗ്. സോ ഇതിൽ കുട്ടി എത്രത്തോളം റെഡിയാണ് ലേൺ ചെയ്യാൻ, കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എത്രത്തോളം റെഡിയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം ആൻഡ് ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യാനും അതൊന്ന് കൂട്ടാനൊക്കെ കുട്ടീനെ സഹായിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഓവറോളി ഇതിലൊക്കെ ഒരു ടീച്ചറിൻ്റെ റോൾ എന്താണെന്നും ഇതൊക്കെ എന്താണും എന്നുള്ളതുമാണ്. സോ ഇനി അടുത്തത് വരുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിൽ ഉള്ള തന്നെ നെക്സ്റ്റ് നമ്മൾ ABC എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ബാക്കി പോയിന്റ്സുകളാണ് വരുന്നത്. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെവലപ്മെന്റൽ ഏരിയാസ് ആയിരുന്നു, അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് ഇന്റലിജന്റ് തിയറി അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ തിയറി കാര്യങ്ങളൊക്കെ. അടുത്തത് വരുന്നത് BA ആയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ലിമിറ്റേഷൻ ഉള്ള കുറച്ച് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ MR മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒക്കെ സ്റ്റുഡൻസ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ കൂടെ മുന്നൊക്കെ ആയിരുന്നെങ്കിൽ അവരൊന്നും സ്കൂളിലേക്ക് വിടില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു, നീ എന്തിനു പോവുകയാണെന്നുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പം അതല്ല, എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ മനസ്സിലാക്കാനും അവരുടെ തിരിച്ചറിയാനും അവർക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ചിലപ്പം ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഉണ്ടാവും, അതായത് ഹൈ IQ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലപ്പോൾ ലോ IQ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കുട്ടികളെ തിരിച്ചറിയാനും അവരുടെ നീഡ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവർക്ക് ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കാനും ഒരു ടീച്ചർക്ക് കഴിയണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു MR എന്താണ്, LD ഇതുപോലെയുള്ള കുട്ടികളെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കവർ ചെയ്യുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് ലേണിംഗ് ആൻഡ് പെഡഗോഗി. സോ ഇതിൽ വരുന്നത് ഒരു ഇൻഡിവിജ്വലിന്, ഓരോ സ്റ്റുഡൻസും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഇവരുടെ ഓരോ ഇൻഡിവിജ്വൽ നീഡ്സിനെ മനസ്സിലാക്കാൻ അവരുടെ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും അതുപോലെ തന്നെ നീഡ്സും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവും, ഓരോ രീതിയിലായിരിക്കും അവരുടെ ഒരു ലേണിംഗ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇത് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനും ഒരു ടീച്ചർക്ക് കഴിയുക എന്നുള്ളതാണ്.
സോ ഇതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിഫറെൻറ്റ് ലേണിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ്, അതേപോലെ ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ കോപ്പറേറ്റീവ് ആൻഡ് കൊലാബറേറ്റീവ് ലേണിംഗ് എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് പോലെയുള്ള, അതായത് സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ലേണിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ടിട്ട് കുട്ടികൾക്ക് എങ്ങനെ അവരുടെ ലേണിംഗ് നല്ലപോലെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആക്കാം, അല്ലെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ അവരുടെ ഒരു ഇഷ്ടം പോകാതെ ഈ കൺസെപ്റ്റുകളും അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതും അതൊരു ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. സോ മൊത്തത്തിൽ പറയാനുള്ള ഒക്കെ ടീച്ചേഴ്സിന് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാനത് രാദർ ദാൻ കേട്ട സിലബസ് ഇത് കുറച്ചും കൂടി ഒരു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത്, എന്തിനാണ് ഇത് കേട്ടിട്ട് ചോദിക്കണേ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. സോ അത് കൂടെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു സിലബസ് അനാലിസിസിൽ ഇതൊക്കെ പറയുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ എന്താണ് കൊഗ്നീഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അതാണ് ഇവിടെ വരുന്നത്. പെർസെപ്ഷൻ, കൺസെപ്റ്റ് ഫോർമേഷൻ, തിങ്കിങ്, ഇമാജിനേഷൻ, റീസണിങ്, ഈ ഇൻഡക്റ്റീവ് ആൻഡ് ഡിറ്റക്റ്റീവ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെമ്മറി വരെ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. സോ ഇമോഷൻസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിയുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ മെച്യൂരിറ്റി എന്താണ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ്. എല്ലാവരും ഇന്റലിജൻസ് കേട്ടിട്ടുണ്ടാവും, IQ കേട്ടിട്ടുണ്ടാവും, പക്ഷേ EQ വളരെ കുറച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ. സോ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റുഡൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ലെവലിൽ ആ കുട്ടി കാണുന്നത് എന്നുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് പല കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. നമ്മൾ അവരൊപ്പം ഇറങ്ങിച്ചെന്ന് അവരേത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അങ്ങനെ ഇറങ്ങി ചെയ്യാൻ കഴിയുമ്പോഴൊരു ടീച്ചർക്ക് ഒരു നല്ല ടീച്ചർ ആവാൻ കഴിയുള്ളൂ അല്ലേ. സോ ഇതിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ മെച്യൂരിറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചെടുക്കുക, അതേപോലെ തന്നെ കോഗ്നീഷനെ കുറിച്ചും ഒക്കെ പഠിക്കുക എന്നുള്ളത്. സോ ഏരിയാസ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സിംപ്ലി എല്ലാ തിയറിയും കൺസെപ്റ്റും ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും എഴുതാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറീസ് കാര്യങ്ങളൊക്കെ തിയറി ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അടുത്തതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് ആണെന്ന് ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറീസിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിംഗ് ആൻഡ് ഡിഫറെൻറ്റ് പാവ്ലോവ്, ത്രോണ്ടൈക്ക്, സ്കിന്നർ, ഗാഗ്നെ, കോഹ്ലർ, പിയാഷെ, വൈഗോട്സ്കി, ഓൺസ്ബെൽ, അതുപോലെ തന്നെ ബേർണറിൻ്റെ ഒക്കെ ലേണിംഗ് തിയറീസും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ തിയറീസ് ഒക്കെ ലേണിംഗ് തിയറീസ് തന്നെ നമുക്ക് പറയാം. സോ ലേണിംഗ് തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. പാവ്ലോ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന തിയറി, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് മോട്ടിവേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അത് ഇപ്പോൾ ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടിവേഷനും, അതേപോലെ തന്നെ മാസ്ലോവിൻ്റെയും മെക്ലെലാൻഡിൻ്റെയും ഒക്കെ മോട്ടിവേഷൻ തിയറീസും ഒക്കെ പഠിക്കാനുണ്ട്. സോ ഇത് എന്തിനാ പഠിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ ഇതൊക്കെ നമുക്ക് കുട്ടികളിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തിയറികളാണ്. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയാലും അല്ലെങ്കിൽ ഒപ്പാരന്റ് കണ്ടീഷനിങ് ആയാലും ഒക്കെ നമുക്ക് കുട്ടികളിൽ റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ കൊടുത്ത് കുട്ടികളുടെ ബിഹേവിയറൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഒരു ടീച്ചറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന തിയറീസ് ആണ് ആക്ച്വലി ഈ ഒരു ലേണിംഗ് തിയറീസ് ഒക്കെ. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് പേഴ്സണാലിറ്റിയും അഡ്ജസ്റ്റ്മെന്റും. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. ടൈപ്പ് തിയറീസ് ഉണ്ട്, ട്രയഡ് തിയറീസ് ഉണ്ട്, ആൽപോർട്ടിൻ്റെ തിയറി, അതുപോലെ ഡിഫറെൻറ്റ് പ്രൊജക്റ്റീവ് ആൻഡ് നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുണ്ട്. പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീനെ അളക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കാനുള്ളതാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് സ്കിൽസിനെ
എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന, അതിന് നിങ്ങൾക്ക് ഒരുപാട് മുതൽക്കൂട്ടായി മാറുന്ന തിയറീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ സിംപ്ലി ഇതൊക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ടായിരിക്കാം കേട്ടിട്ട് ചോദിക്കുന്നത്. കാരണം ഒരു ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് ഒരു കുട്ടീനെ കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യാൻ ടീച്ചറിന് പറ്റണമല്ലോ. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ഒരു ടീച്ചർക്ക് പറ്റണം എന്ന് പറയുമല്ലോ. സോ അങ്ങനെ പറ്റുന്നൊരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറാൻ ഈ ഒരു തിയറീസ് ഒക്കെ നിങ്ങളെ സഹായിക്കും. പ്ലസ് നിങ്ങളെ കേട്ടിട്ടും കൂടെ കിട്ടും. സോ കേട്ടിട്ടിന് സിമ്പിളായിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഒരു വട്ടം നിങ്ങൾ ആ തിയറി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. റാദർ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കുന്നതിനേക്കാട്ടും മുന്നേ ആദ്യം എന്താണ് തിയറി എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ എന്നിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇനി ഉള്ള സെഷൻസിലൊക്കെ ആയിട്ട് നമ്മുടെ എബിക് ലേണിങ്ങിൻ്റെ കോഴ്സുകളിലൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തിയറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ നൈസ് ഡേ.